എന്താണ് സൈക്കോസിസ്? സൈക്കോസിസ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് റിയൽ, എന്താണ് അൺറിയൽ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രധാനമായും സൈക്കോസിസിൽ വരുന്നത് ഹാലുസിനേഷനും ഡെലൂഷനാണ്. ഹാലുസിനേഷനെ നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ വിഷ്വൽ ഹാലുസിനേഷൻ, അതായത് നമ്മൾ കാണാത്തത് കാണുന്നു, അവിടെ ആരൊക്കെ ഉണ്ടെന്ന് പറയുക, അവിടെ റിയൽ ആയിട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ട് അവരോട് സംസാരിക്കുക, അതൊക്കെയാണ് വിഷ്വൽ ഹാലുസിനേഷനിൽ വരുന്നത്. അതുപോലെ ഓഡിറ്ററി ഹാലുസിനേഷൻ, അത് കേൾക്കാത്ത ശബ്ദം കേൾക്കുക, അവിടെ പാട്ട് കേൾക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, ആരോ പാട്ട് പാടുന്നുണ്ട്, ആരോ എന്നോട് വന്ന് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നത്, അതാണ് ഓഡിറ്ററി ഹാലുസിനേഷൻ. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ. ഈ ഹാലുസിനേഷനൊക്കെ അത് പ്രധാനമായിട്ടും സൈക്കോസിൽ സ്കീസോഫ്രീനിയ രോഗികളൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും കണ്ടുവരാം. അതുപോലെ തന്നെ ടാക്ടൈൽ ഹാലുസിനേഷൻ. ടാക്ടൈൽ ഹാലുസിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പുഴു എഴയുന്ന പോലെ തോന്നാം, എന്തൊക്കെയോ നമ്മുടെ ശരീരത്തിലൂടെ കയറി പോകുന്നുണ്ട്, ഉറുമ്പ് കയറി പോകുന്നുണ്ട് എന്നുള്ള തോന്നലൊക്കെ ശരീരത്തിൽ ശരിക്കും ഇല്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നതാണ് ടാക്ടൈൽ ഹാലുസിനേഷൻ. അതുപോലെ ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ എന്ന് പറയുന്നത് ടേസ്റ്റ് ആണ്. ഇപ്പോൾ മധുരം ഉണ്ടാവില്ല ചിലപ്പോൾ കഴിക്കുമ്പോൾ, പക്ഷെ ഭയങ്കര മധുരമുള്ള പോലെ ഫീൽ ചെയ്യുക, ടേസ്റ്റ് വ്യത്യാസമായിട്ട് തോന്നാം, ഇല്ല ശരിക്കും ചിലപ്പോൾ നല്ല ഉപ്പ് കലക്കി കുടിക്കായിരിക്കും, പക്ഷെ അത് വളരെ മധുരമായിട്ട് ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ തോന്നാൻ ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഓൾഫാക്ടറി ഹാലുസിനേഷൻ. ഇല്ലാത്ത മണം, നല്ല മുല്ലപ്പൂവിൻ്റെ മണമുള്ള പോലെ തോന്നാം, നമുക്കൊരിക്കലും മറ്റുള്ളവർക്കൊന്നും സ്മെല്ല് കിട്ടാത്ത സ്മെല്ലുകൾ, ചിലപ്പോൾ വളരെ നല്ല സ്മെല്ലിനെ ചിലപ്പോൾ മുട്ട ചീഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യുക, അതൊക്കെയാണ് ഓൾഫാക്ടറി ഹാലുസിനേഷനിൽ വരുന്നത്. അടുത്തതാണ് സൊമാറ്റിക് ഹാലുസിനേഷൻ, അതായത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഹാലുസിനേഷനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയതുപോലെ, ശരീരത്തിൽ എന്തൊക്കെയോ കയറിയതുപോലെ, ഉദാഹരണമായിട്ട് വയറിനുള്ളിൽ പാമ്പുണ്ട്, കുതിരയുണ്ട്. ഉള്ളടക്കം സിനിമയിൽ ജഗതി ശ്രീകുമാർ അഭിനയിച്ച റോളുണ്ടല്ലോ, എൻ്റെ വയറിൽ കുതിരയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടുന്നത്, അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളിൽ ഭയങ്കര വേദനയൊക്കെ ഫീൽ ചെയ്യും, അങ്ങനെ ഹാലുസിനേഷൻ അവർക്ക് അനുഭവപ്പെടുമ്പോൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹാലുസിനേഷനിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഹാലുസിനേഷനെ പോലെ തന്നെ ഡെലൂഷൻ തോന്നാറുണ്ട്. എന്താണ് ഡെലൂഷൻ? ഡെലൂഷൻ ഹാലുസിനേഷൻ പോലെയല്ല. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഫോൾസ് ബിലീഫാണ്. അവർ വിചാരിക്കുന്നതാണ് ശരി എന്നുള്ള തെറ്റായൊരു ധാരണ. ശരിക്കും പറഞ്ഞാൽ ആ തെറ്റാണെന്നുള്ള എല്ലാ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ കൂടിയും അവരതൊരിക്കലും വിശ്വസിക്കില്ല. ഞാൻ പറയുന്നതാണ് ശരി എന്ന് തന്നെ അവർ വിശ്വസിച്ചിരിക്കും. ഇപ്പോൾ മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തുന്നു, മറ്റുള്ളവരെന്നെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അവരത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കും. പിന്നെ മറ്റുള്ളവരാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത്, അവരെൻ്റെ മേല് ശരീരത്തിൽ ഒരു ചിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അവരെന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് അവർ പറയുക. അത് എത്ര നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർ ആ വിശ്വാസം മറികടക്കാൻ ശ്രമിക്കില്ല. അതിനും നമ്മൾ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരാറുണ്ട്.